ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് മിസ് എപ്പോഴാണ് നമ്മളുടെ +2 ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങൾക്കുള്ള ആൻസറാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് നമ്മുടെ +2 ബാച്ച് +2 ഉയരിയ ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമുള്ള ബാച്ചാണ് നമ്മുടെ +2 ഉയരിയ ബാച്ച്. അപ്പോൾ +2 ഉയരിയ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാം പറഞ്ഞുതരാം. +2 ഉയരിയ ബാച്ചിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇനി +2 വേദ ബാച്ച്, എന്താണ് +2 വേദ ബാച്ച്, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ +2 വേദ ബാച്ചിനെ കുറിച്ച് പറയാം. +2 വേദ ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ +2 ഉയരെ ഓൾറെഡി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, പ്ലസ് നീറ്റ് കോച്ചിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി +1 പഠിച്ച മക്കൾക്കാണെങ്കിൽ അറിയുന്നുണ്ടാകും, നിങ്ങൾ +1 പൃഥ്വിയിൽ പഠിച്ചില്ലേ, അതേപോലെ നീറ്റ് കോച്ചിങ് പ്ലസ് നിങ്ങളുടെ +2 ട്യൂഷനാണ്. ഇനി ഉയരെ ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നീറ്റ് കോച്ചിങ് ഇല്ല, +2 ട്യൂഷൻ മാത്രമാണ്. ഓക്കെ, +1 ട്യൂഷൻ അല്ല, +2 ട്യൂഷൻ മാത്രമാണ്. +2 ട്യൂഷൻ പ്ലസ് നീറ്റ് കോച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ സീനിയേഴ്സിനെയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞ്, അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 100%, അതായത് ഫുൾ മാർക്ക് 520 ഔട്ട് ഓഫ് 520 ഉണ്ടാക്കിയിട്ടുള്ള അഭിജിത്തിനെ കാണാം, ആദിത്യനെ കാണാം, ആദ്യനെ കാണാം, അതേപോലെ തന്നെ ഒരു മാർക്കൊക്കെ കുറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ പെട്രീഷ്യ, രേഷ്മ, ഫാത്തിമ, ആദിത്യൻ, അങ്ങനെ പേരുകൾ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ തീരില്ല, കാരണം അത്രയധികമാണ് നമ്മളുടെ ബാച്ചിലെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, ഇത്രയും മുഖങ്ങൾ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ, ഇനിയും ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മുടെ സ്ലൈഡ് അത് മാത്രമായി പോവും, ഈ വീഡിയോ ഫുൾ അത് മാത്രമായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് പേരെ മാത്രം കാണിച്ചത്. ആൻഡ് ഇതൊക്കെ ശരിക്കുള്ള ആൾക്കാരാണോ എന്ന് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നിന്ന് നോക്കിയാൽ മതി, അവിടെ ഇവരുടെ ഇൻ്റർവ്യൂ ഇരിപ്പുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബാച്ച് +2 മക്കൾക്ക് വേണ്ടിയിട്ട് വേറെ ഇല്ല എന്നാണ് മിസ്സിൻ്റെ അഭിപ്രായം. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബാച്ചിൽ പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കണമെന്നാണെങ്കിൽ നിങ്ങളിനി ലേറ്റ് ആക്കണ്ട, നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉയരെ ബാച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉയരെ ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഒന്നാമതായിട്ട് ഫുൾ സിലബസിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് എൻ്റെ മക്കൾക്ക് കിട്ടുന്നുണ്ടാകും. ഫുൾ സിലബസ് റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും, അതായത് ഇപ്പോൾ നമ്മുടെ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്, അതും ടോപ്പിക് വൈസ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്. നിങ്ങൾ ആരൊക്കെയാണോ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത് അവരൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. 1ാമത്തെ ചാപ്റ്റർ പഠിക്കണം, 1ാമത്തെ ചാപ്റ്റർ പഠിക്കാം, 5ാമത്തെ ചാപ്റ്റർ പഠിക്കണം, 5ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ഇനിയിപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ആദ്യം പഠിക്കാം. അതും ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാം. എല്ലാം നമ്മൾ ഓൾറെഡി നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇനി അതിൻ്റെ എല്ലാം തന്നെ PDF നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാകും, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ PYQ വീഡിയോ സൊല്യൂഷൻ, ഇത് നമ്മളുടെ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ എഴുതി വെക്കാനല്ലല്ലോ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ നിങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പണ്ടത്തെ ക്വസ്റ്റ്യൻസ് അതേ പാറ്റേൺ അല്ലെങ്കിൽ അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ഇത്രയും വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ആരാണോ ആ ചാപ്റ്ററിൻ്റെ മക്കളെ പഠിപ്പിച്ചത് അവർ തന്നെയായിരിക്കും അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവുക. ആൻഡ് അതിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ടാകും. ഓക്കെ, ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ തന്നെ ഈ ബുക്ക് സെറ്റ് 1150 രൂപ വില വരുന്ന ഈ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഈ ബുക്ക് സെറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. അത് നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി നമ്മളുടെ ടീച്ചേഴ്സ് എടുത്തിട്ടുള്ള PDF നോട്ട്സ് കിട്ടും. ഇനി അതല്ല മിസ് ഒരു ബുക്കായിട്ട് കയ്യിലൊരു നോട്ട് വേണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ ഈ ബുക്ക് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് സെറ്റിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാകും. ചിലപ്പോൾ ഒരു ടോപ്പിക്ക് വാങ്ങിക്കുമ്പോൾ അതിനെ സിമ്പിളായിട്ട് എങ്ങനെയൊന്ന് മനസ്സിലാക്കാം, നോട്ട്സ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഓൾറെഡി വീഡിയോ സൊല്യൂഷൻസ് നമ്മളുടെ ആപ്പിലുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ബുക്കിലായിട്ട് വേണം,
ദെൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുകൂടാതെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ദെൻ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ കീറി മുറിച്ച് തന്നിരിക്കുകയാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ ഈ ഒരു ബുക്ക് സെറ്റിൽ. ആ ബുക്ക് സെറ്റാണ് നിങ്ങൾക്ക് നമ്മളുടെ ഈ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് അതും ലിമിറ്റഡ് ഓഫറാണ്, സ്റ്റോക്ക് തീരുന്നവരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. ആൻഡ് അത് കൂടാതെ നിങ്ങൾ ഈ രീതിയിലെല്ലാം വെറുതെ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പോൾ എക്സാം എന്ന് കേൾക്കുമ്പോൾ അയ്യോ മിസ് എക്സാം മാർക്ക് കുറയുമോ? ഒന്നാമത് നമ്മുടെ എക്സാമിൻ്റെ ബാച്ചിൽ പഠിച്ചാൽ മാർക്ക് കുറയില്ല. രണ്ടാമതായിട്ട് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാനോ നിങ്ങളെ ചെറുതാക്കി കാണിക്കാനോ നിങ്ങളെ പേടിപ്പെടുത്താനോ അല്ല മക്കളെ. എക്സാം എന്ന് പറഞ്ഞാൽ റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു എക്സാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം ഉണ്ടാകും. ആൻഡ് അത് കഴിഞ്ഞാൽ നിങ്ങളൊരു 1, 2, 3 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ കമ്പൈൻ ചെയ്തിട്ട്, അല്ലെ നമ്മൾ ഒരു ചാപ്റ്റർ മാത്രമല്ലല്ലോ നമ്മൾ എക്സാം എഴുതാൻ പോവുക, നമ്മൾ കമ്പൈൻഡ് ടെസ്റ്റാണ് എടുക്കുക. അപ്പോൾ കമ്പൈൻഡ് എക്സാംസ് ഉണ്ടാകും. അത് കൂടാതെ എൻ്റെ കുട്ടികൾക്ക് ഓണപരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷയുണ്ട്, പബ്ലിക് എക്സാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ സ്കൂളിലുണ്ടല്ലേ. പക്ഷെ അതിന് മുൻപായിട്ട് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ തന്നെ ഒരു മോഡൽ പരീക്ഷ എഴുതിയാലോ. ഓണപരീക്ഷയ്ക്ക് എക്സാം വിന്നറിൻ്റെ ഒരു മോഡൽ എക്സാം, ക്രിസ്മസ് പരീക്ഷയ്ക്ക് അതിന് മുമ്പ് എക്സാം വിന്നറിൻ്റെ ഒരു മോഡൽ എക്സാം, പബ്ലിക് എക്സാമിന് മുമ്പ് എക്സാം വിന്നറിൻ്റെ ഒരു മോഡൽ എക്സാം. ആൻഡ് നിങ്ങൾക്കറിയാം എക്സാം വിന്നറാണ് ക്വസ്റ്റ്യൻസ്, അല്ലേ, നമ്മൾ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ എക്സാമിന് വരാറ്. അപ്പം എക്സാം വിന്നറിൻ്റെ തന്നെ ഒരു മോഡൽ എക്സാം എഴുതിയാലോ. കാര്യങ്ങളൊക്കെ സിമ്പിളായില്ലേ. അപ്പം ഇങ്ങനെയൊക്കെ എൻ്റെ മക്കൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കോ ഫുൾ A+ലോ കുറഞ്ഞത് എന്തെങ്കിലും കിട്ടുമോ? നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് നിങ്ങൾ യൂസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഒരുമിച്ച് പഠിക്കാൻ റെഡിയാണെങ്കിൽ, പക്ഷെ ഉറപ്പ് പറയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിൽ കുറയാത്ത ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ഫുൾ മാർക്ക് എൻ്റെ മക്കൾക്ക് കിട്ടിയിരിക്കും. പക്ഷേ അത് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ഉയരിയ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 5,999 ആണ്. ഓക്കെ, അതായത് നീറ്റ് വേണ്ട മിസ് ഉയരിയ ബാച്ച് മാത്രം മതി എന്നാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഒരു വർഷത്തേക്കാണ് കേട്ടോ. ഒരു മാസം ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് ഒരു വർഷത്തേക്കുള്ള ഫീസാണ്, ഇൻക്ലൂഡിങ് ബുക്ക് സെറ്റാണ്. അത് ലിമിറ്റഡ് ഓഫറാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ എടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ മക്കൾക്ക് വാട്സാപ്പ് ചെയ്യാം, വിളിക്കാം, അഡ്മിഷൻ എടുക്കാം. കാരണം നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഒരേ ബാച്ച് April 22 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് അതിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ യൂട്യൂബിൽ ലൈവായിട്ടായിരിക്കും നടത്തുന്നുണ്ടാകുക. അപ്പം താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ വേഗം തന്നെ 7592092021 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം, കോൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ +2 എടുക്കാം. നമ്മുടെ +2ൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ April 22 നമ്മൾ 7:30 നമ്മുടെ ചാനലിൽ പബ്ലിക്കായിട്ടായിരിക്കും ഓറിയൻറ്റേഷൻ ലൈവ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾ തീർച്ചയായിട്ടും വരണം. കാരണം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, നിങ്ങളുടെ ടൈം ടേബിൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി എനിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞ് ഒരു ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ട് മതി എന്നാണെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും വരിക April 22 7:30. ഓക്കെ, അപ്പോൾ ഇത് ഉയരേ ബാച്ചിൻ്റെ കാര്യമാണ്. ഉയരേ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ മക്കളെ. കാരണം April 22 നമ്മൾ ഉയരേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പം മിസ് വേദ ബാച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. മക്കളെ, വേദ ബാച്ചിലുള്ള മക്കൾക്ക് ഓൾറെഡി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് കൂടാതെ എൻ്റെ മക്കൾക്ക് എന്തുണ്ടാകും, നീറ്റ് കോച്ചിങ് കൂടെ ഉണ്ടാകും. ഓക്കെ, +1 അല്ല +2 ആണ്. ഓക്കെ, നീറ്റ് കോച്ചിങ് കൂടെ നിങ്ങൾക്ക് എന്തുണ്ടാകും, ഇതിൻ്റെ കൂടെ ഉണ്ടാകും. ആൻഡ് നമ്മൾ യൂട്യൂബിലൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് നീറ്റ് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഈ ഉയരേ ബാച്ചിലുള്ള കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് നീറ്റിൻ്റെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാകും. ആൻഡ് അതിൻ്റെ PDF നോട്ട്സ് ഉണ്ടാകും. നീറ്റിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാകും. ഓക്കെ, ഇതൊന്നും കൂടാതെ
നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ പഠിച്ച മക്കൾക്ക് അറിയാം, നമ്മളുടെ നീറ്റ് ബാച്ചിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾ നീറ്റിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അല്ല ആദ്യം നമ്മൾ ഉയരിയിലെ ചാപ്റ്റേഴ്സും ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നു, അത് കഴിഞ്ഞ് നീറ്റിലേക്ക് വരുമ്പം നിങ്ങൾ NCERT ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 99% എൻ്റെ മക്കൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഡെപ്തിലൊരു കാര്യങ്ങൾ പഠിക്കുക, അതിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ നീറ്റ് ക്ലാസ്. അത് കഴിഞ്ഞാൽ നമുക്ക് DPP ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലോഡ് ക്വസ്റ്റ്യൻസ്. എന്തിനാണ് മിസ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്? മക്കളെ, പഠിച്ചതുകൊണ്ട് നമുക്ക് നീറ്റ് എഴുതാൻ പറ്റില്ല. കാരണം നീറ്റ് എക്സാമിൻ്റെ പ്രത്യേകത അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ 3 ഓപ്ഷൻ, നമ്മളൊരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാക്ടീസാണ്. അത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ് സോൾവ് ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ എങ്ങനെ കറക്റ്റ് ആൻസറിലേക്ക് എത്താം, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്ന രീതി മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് DPPയുടെ നമുക്ക് വീഡിയോ സൊല്യൂഷൻ ആയിട്ടാണുള്ളത്. അതായത് നിങ്ങളുടെ ടീച്ചർ തന്നെ, നിങ്ങൾക്ക് ആരാണോ ആ ചാപ്റ്റർ എടുത്തത് അവർ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എങ്ങനെ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്വയം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓരോ DPP ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് തെറോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ആൻഡ് അത് കഴിഞ്ഞാൽ നമുക്ക് DPP എക്സാം ഉണ്ടാകും. അപ്പോൾ എന്തിനാണ് എക്സാം? നമ്മൾ ആ കാര്യം, ആ ചെയ്ത കാര്യം നമ്മൾ ഓർമ്മ നിൽക്കുന്നു എന്ന് നമുക്ക് അറിയണ്ടേ? അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ DPP എക്സാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാം ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മളുടെ ഈ DPP എക്സാമിലൂടെ പറയുന്നത്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടാകും. ദെൻ നമുക്ക് മന്ത്ലി എക്സാം ഉണ്ടാകും. ആൻഡ് നമ്മളുടെ മൊഡ്യൂൾ വൈസ്, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളാണ് അല്ലേ. അപ്പോൾ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള എക്സാം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ടാണ്. കാരണം നീറ്റിൽ നിങ്ങൾ റിപ്പീറ്റഡ് റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പണി പാളും. അത് മാത്രമല്ല, നമ്മളുടെ +2 ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് +1 ക്ലാസ്സുകളിലും ആക്സസ് ഉണ്ടാകും. +1 നീറ്റ് കൂടെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്. അപ്പോൾ +1 നീറ്റ് കൂടെ നിങ്ങൾക്ക് +2 നീറ്റിൻ്റെ കൂടെ കിട്ടും. +1 നീറ്റ് ക്ലാസ്സുകൾ കൂടെ നമുക്ക് ഈ ഒരു +2 നീറ്റ് ബാച്ചിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കുറച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ വേദ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന മക്കൾ, ഓക്കെ, നിങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് April 27-നാണ്. അപ്പോൾ വേദ ബാച്ചിലുള്ള മക്കൾ വരേണ്ടത് April 27-നാണ്. ഉയരേ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ April 22-ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓറിയൻറ്റേഷൻ April 27-നാണ് മക്കളെ. അതിന് മുൻപായിട്ട് എൻ്റെ മക്കൾ ആഗ്രഹമുള്ള മക്കളാണ്, എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ലേറ്റ് ആക്കാതിരിക്കുക. ഇതെല്ലാം കൂടി, അതായത് നമ്മുടെ ഉയരേ പ്ലസ് നീറ്റ്, നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് 8,999 ആണ്. ഓക്കെ, താല്പര്യമുള്ള മക്കൾക്ക് മെസ്സേജ് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം, കോൾ ചെയ്യാം. ഓക്കെ, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം നമ്മൾ April 27-ന് നമ്മളുടെ +2ൻ്റെ ചാനലിൽ തന്നെയാണ്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ +2 ചാനലിലേക്ക് വരിക. +2 ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ ലൈവ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വേദ ബാച്ച് ഓറിയൻറ്റേഷൻ എപ്പോഴാണ്? April 27-നാണ് കേട്ടോ, അല്ല 26-നാണ്. April 26 7:30-ക്ക് എൻ്റെ മക്കളെല്ലാവരും കറക്റ്റ് ടൈമിൽ നമ്മുടെ ചാനലിലേക്ക് വരിക. അപ്പോഴാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതെന്ത് ചെയ്യുക? എൻ്റെ മക്കളെല്ലാവരും ലൈക്ക് ചെയ്ത് വെക്കുക, ഷെയർ ഒക്കെ ചെയ്ത് വെക്കുക. ഈ ഒരു നമ്മുടെ +2 ചാനലിലാണ് വേദ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ നടക്കുന്നത്. സോ ആരും മിസ് ചെയ്യാതിരിക്കുക. അപ്പം വേദ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന മക്കളാണെങ്കിൽ വേഗം തന്നെ ആയിക്കോട്ടെ, കാരണം നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഒരേ ബാച്ച് മാത്രമാണെങ്കിൽ 22-നാണ് നമ്മളുടെ ഓറിയൻറ്റേഷൻ. അപ്പോൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, റിമൈൻഡ് മീ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിനി തകർത്ത് പഠിക്കാൻ പോവാണ്. നമ്മളുടെ നീറ്റിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. കാരണം അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളുടെ കൂടെ +1 പഠിച്ച മക്കളാണെങ്കിലും നമുക്ക് +2 കൂടെ പഠിച്ചാലാണ് നമ്മളുടെ അല്ലേ നെക്സ്റ്റ് ഇയർ നിങ്ങളെല്ലാവരും നീറ്റ് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കംപ്ലീഷനിലേക്ക് എത്താൻ പോകുന്നത്. സോ നമുക്ക് ഓരോ മെഡിക്കൽ കോളേജസിലൊക്കെ വെച്ചിട്ട് നിങ്ങളെ അടുത്ത വർഷം നമുക്ക് കാണാൻ പറ്റട്ടെ. അപ്പം എൻ്റെ മക്കൾക്ക് സ്വാഗതം. നമ്മുടെ എക്സാം വിന്നറിൻ്റെ കൂടെ പഠിക്കുന്ന മക്കളാണെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം.